പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ പാഴ്സലും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് പോവാണ്. ആരെങ്കിലും കാണുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. വീടിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് നവ്യയ്ക്കൊരു സമാധാനം ആവുന്നുണ്ട്. ഭാഗ്യം ആരും കണ്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നയനയും ആദർശും കൂടെ നയനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആദർശ് നയനയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു യുദ്ധം കഴിഞ്ഞ് വരില്ലേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ചൂടുവെള്ളം ഉണ്ടാക്കി കിഴി വെക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇടയ്ക്ക് ഇതുപോലൊരു എക്സസൈസ് കിട്ടുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ ശരിയാണ്, മസിലൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച പോലെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്നോട് കൊടുക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ നയനിനോട് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിനി കൊടുക്കാനൊന്നുമില്ല എന്ന് പറയും. പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ പ്രതിമകളുമായിട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആയുസ് നീട്ടി കിട്ടിയ പോലെയാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയും. അപ്പം നന്ദിയൊന്നും വേണ്ട, നീയും ഇതുപോലെ തന്നെ ക്ലയൻസിൻ്റെ മുന്നിൽ രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇത്രയും റിസ്ക് ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനിയാണെങ്കിലും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നീ എൻ്റെ ക്ലയൻസിന് മുന്നിൽ രക്ഷപ്പെടുത്തിയോണ്ട് കോടികളുടെ ബിസിനസ്സാണ് നമുക്ക് കിട്ടിയത്, പക്ഷേ ഇതൊരു 5-6 ലക്ഷത്തിൻ്റെ ബിസിനസ് അല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശ് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോവും. പിന്നീട് നവ്യാണെങ്കിൽ പഴ്സിലൊക്കെ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മീനാക്ഷി ചേച്ചി അകത്തേക്ക് തുടയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനോടും ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ ചോദിക്കാതെയാണോ മുറിയിലേക്ക് കയറി വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യാണ്. പാഴ്സലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇങ്ങനെ ഗർഭിണിയാണെന്ന് തോന്നിക്കാൻ വിധത്തിൽ ഇങ്ങനെ വയറിൽ കെട്ടി വെക്കുന്ന ഒരു പാഡായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തുടയ്ക്കാൻ വന്നതാണ്, ഒരുപാട് ദിവസമായില്ലേ തുടച്ചിട്ട് എന്ന് പറയും. ഇനി ഇവിടെയും കൂടെ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് എന്നാൽ പെട്ടെന്ന് തുടച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടും നവ്യ ചൂടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി ചേച്ചി ആണെങ്കിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ആ കൊച്ചിൻ്റെ ചേച്ചി തന്നെയാണോ എന്ന്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയട്ടെ. അപ്പോൾ പറയാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടും ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അത് തുടയ്ക്കുന്നതാണെങ്കിലും നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നൊന്നുമില്ല കേട്ടോ. നവീനോട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ ഞാൻ ഇറങ്ങി പോകണോ, അത് കൊള്ളാലോ, എന്നിട്ട് വേണം ഇവിടുന്ന് മോഷ്ടിക്കാനെന്നൊക്കെ പറഞ്ഞ് അതിനോട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ആദർശ് കുളിച്ച് വരുന്ന സമയത്ത് തല ശരിക്ക് തോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നയന തോർത്തൊക്കെ വാങ്ങിയിട്ട് തോർത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മോന് ജലദോഷവും പനിയും വന്നിട്ടുണ്ടെങ്കിൽ അതിനും എന്നോടായിരിക്കും അമ്മ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലാന്ന്, എന്നാലും ഇങ്ങനെ അസുഖമൊക്കെ ഉള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട് തോർത്തി കൊടുക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് കൂർക്കം വലി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നയന അങ്ങനെ ഒന്നും വിട്ട് പറയുകയൊന്നും ചെയ്യില്ല കേട്ടോ. ആദർശ് ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട് ചെറുതായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് ആ ശബ്ദമൊന്നും കേൾക്കാറില്ല എന്ന് പറയും. അപ്പോൾ നീ നല്ലപോലെ ഉറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് കൂർക്കം വലി ഇല്ല എന്ന് വേണ്ടേ കരുതാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് നയന പറയുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നീ എന്തായാലും എന്നെ വിഷമിപ്പിക്കില്ല, അപ്പോൾ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിലും പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും ഇങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് വേണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക, പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കഴിക്കുക, ഇനിയിപ്പോൾ സംസാരിച്ച് നിന്ന് സമയം കളയണ്ടെന്ന് പറയും. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് നയനിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സമയമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശം പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് വേറെ ആരുടെ മുഖവും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല, അമ്മയുടെ മുഖം പോലും ഞാൻ മറന്നു, എനിക്കൊരു ആവേശമായിരുന്നു ആ പിക്കപ്പിൻ്റെ പിറകെ പോകണം എന്നുള്ളതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നീട് അവരങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന സമയത്തും നയനയാണെങ്കിലും ഇങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നീ എന്താ ഓർക്കുന്നതെന്ന്. അപ്പോൾ നയന പറയും, ഞാൻ കഴിഞ്ഞ കുറച്ച് സമയത്തെ കാര്യങ്ങളൊക്കെ ഓർത്തതാണെന്ന് പറയും. അപ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് നീ അതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. എന്നോട് നന്ദു എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഗുണ്ടകളെ അടിച്ചിട്ട് കാര്യങ്ങളും ഒക്കെ തന്നെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ അനിയത്തി വിചാരിച്ച പോലെയൊന്നല്ല, അവൾ നല്ല ഇതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ എന്നിങ്ങനെ നയനയും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, സമയം എത്രയായി എന്നാ നിന്റെ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയമായില്ലേ, വീട്ടിലേക്ക് ചെന്നാൽ ഇനിയിപ്പോൾ എന്താ അമ്മ പറയുക എന്നറിയില്ല, അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയതായിരുന്നു, ഇനിയിപ്പോൾ അതും ഇല്ലാതെ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയന ആദർശിനോട്. അപ്പോൾ എന്തായാലും നീ നല്ല ആത്മാർത്ഥതയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീ ഇനിയിപ്പോൾ എന്തായാലും അമ്മ നിന്റെ വഴിക്ക് തന്നെ വരും, നിന്നെ അംഗീകരിക്കും എന്നൊക്കെ ആദർശം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും പിരിയില്ല എന്ന് എനിക്ക് ഉറപ്പായി എന്ന് നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല എന്ന് പറയും, എന്നാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാനിനി ആദർശേട്ടനെ വിട്ടു പോയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെ പറയും, പക്ഷേ ചിലപ്പോൾ മറവി എന്നൊരു സംഭവം ഉണ്ടല്ലോ മനുഷ്യന്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ മാറുമെന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്നെ സഹായിച്ചവരെ ഒരിക്കലും മറക്കില്ല, എന്നെ ഗണത്തിൽ പെടുത്തണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ആയിക്കോട്ടെ എന്ന് പറയും. പിന്നീട് ഗോവിന്ദനും എല്ലാവരും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ ആദർശ് വന്നതിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ട് നന്ദു ആണെങ്കിലും ആദർശേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ
പ്രതിമകളൊന്നും തിരിച്ചു കിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാവൻ നയനമോള് അവൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ, ഇനിയിപ്പോൾ അവൾ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തായി അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ബിസിനസ് കിട്ടിയേനെ എന്നാണ് അവളും പറയുന്നതിന്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺമക്കളെ എന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുമെന്നൊക്കെ ഗോവിന്ദനും ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രതിമകളൊക്കെ കണ്ട് നമുക്ക് ഓർഡർ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ വലിയ ഓർഡറുകളൊന്നും എടുക്കണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കടക്കാരെയൊക്കെ പിടിച്ചു നിർത്താനുള്ളതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അബി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ നവിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നവിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്, അബി എങ്ങാനും ഇനിയിപ്പോൾ ആ പാഡ് കാണുമെന്നുള്ള. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് എവിടെയായിരിക്കും വെച്ചതെന്ന് ആലോചിക്കായിരിക്കും എന്ന് പറയും. ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് പറയും. അപ്പോഴേക്കും എന്തായാലും നവിക്ക് അത് അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് തന്നെയാന്ന് പറയും. പിന്നീട് മീനാക്ഷി ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനാക്ഷി വന്നപ്പോൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കൊടുക്കാത്തതിനൊക്കെ നവ്യനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് മീനാക്ഷി ചേച്ചി റൂം വൃത്തിയാക്കാൻ വരുന്ന സമയത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം മീനാക്ഷി ചേച്ചി പറയും, ഞാൻ മോളോട് പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എനിക്കല്ലെങ്കിലും ഇവരെയൊന്നും വിശ്വാസമില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പഴി ഞാൻ തന്നെ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അബി അങ്ങ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നീ എന്താ പറഞ്ഞതെന്നൊക്കെ അബീനോടാണെങ്കിലും നവ്യ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് മീനാക്ഷി ചേച്ചിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ അങ്ങ് പറഞ്ഞ് ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അവരും അങ്ങ് ഇനി പിന്നെ തുടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് പാഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ വയറിൽ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് വയറ് വെച്ചാൽ ഒരു സംശയം തോന്നും, ഇനിയിപ്പോൾ ഇത് ഓരോ മാസത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ വെക്കുകയാണ്. പിന്നീട് ആദർശിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ താഴത്ത് ഭയങ്കര ചർച്ച നടക്കുകയാണ്. ജലജയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഉച്ചയൂണൊക്കെ കഴിച്ചിട്ട് അവൻ വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ആദർശിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയും ദേവയാനി, ഞാൻ പോലും അവനെ വിളിച്ചിട്ടില്ല, വരുമ്പോൾ വരട്ടെ എന്ന് പറയും. അപ്പോഴേക്കും അവരുടെ കാറ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. നയനിനോട് ആദർശ് ഉള്ളിലേക്ക് കയറാനായിട്ട് പറയുകയാണ്. അപ്പോൾ നയനിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ സ്പീക്കറിലിട്ടാണ് സംസാരിച്ചിരുന്നത്, അപ്പോൾ നീ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ എത്ര ലേറ്റ് ആയാലും വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉറങ്ങിയിട്ടില്ല, പക്ഷേ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും അതുപോലെ തന്നെ ജയനും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് കരുതിയില്ല, എന്താ മോനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അതിങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട്, അത് പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ വാവിട്ട് കരയുമായിരിക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ജലജയ്ക്കാണെങ്കിലും ഒരു ഷോക്കാണ്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഗുണ്ടകളൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കിയതല്ലേ, മോൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് ഗുണ്ടകളെ അടിച്ചിടാനായിട്ട് നന്ദു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇങ്ങനെ അനി എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ നന്ദു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന്. അപ്പോൾ ദേവേനി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ നിനക്കും കുറച്ച് കരാട്ടയൊക്കെ പഠിച്ചുകൂടായിരുന്നു, ഇതുപോലെ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ വീട്ടിലേക്കല്ലേ എപ്പോഴും ഇങ്ങനെ ഗുണ്ടകളൊക്കെ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, ഇത് ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ആരോ മനഃപൂർവ്വം ചെയ്തതാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നീട് ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അത് അവരെന്തായാലും പിടികൂടിയിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുണ്ടെങ്കിലും എസ്ഐനോട് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിലും ആകെ ഒരു പേടിയൊക്കെ ആവുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.